ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ബന്ധൻ ബാങ്കിലെ ബ്ലോക്ക് ട്രേഡിന് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഒരു 10% ഫോൾ ഉണ്ടായി. ഈ കണ്ടീഷനിൽ സ്റ്റോക്കിൽ ലോങ് ടൈം ആൻഡ് സ്വിംഗ് പർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാമോ, ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ലെവൽസും ടാർഗറ്റും എത്രയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഫോർ റെഗുലർ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ. ബന്ധൻ ബാങ്കിൻ്റെ പ്രൊമോട്ടേഴ്സായ ബന്ധൻ ഫിനാൻഷ്യൽ ഹോൾഡിംഗ് ബന്ധൻ ബാങ്കിൻ്റെ 20% ഷെയർ, അതായത് 337.4 മില്യൺ ഷെയർ 313 രൂപയ്ക്ക് ബ്ലോക്ക് ട്രേഡ് ചെയ്തു ഓൺ 3 ആഗസ്റ്റ് 2020. ഇനി ഇതുമൂലം സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഒരു 10% ഫോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ എന്തെന്ന് നോക്കിയാൽ, ഒന്ന് സ്റ്റോക്കിൻ്റെ ആക്ച്വൽ അല്ലെങ്കിൽ ഫെയർ പ്രൈസ് എത്രയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്റ്റോക്കിൻ്റെ ഫെയർ പ്രൈസ് 313 ആണ്. രണ്ടാമത്തേത്, ഇത്രയേറെ ഷെയർ മാർക്കറ്റിൽ റിലീസ് ചെയ്തത് കാരണം, ഏകദേശം 337.4 മില്യൺ ഷെയർ മാർക്കറ്റിൽ റിലീസ് ചെയ്തതിൻ്റെ കാരണം സ്റ്റോക്കിൽ നല്ലൊരു ലിക്വിഡിറ്റിയും അതോടൊപ്പം തന്നെ നല്ലൊരു വോളിയം, സ്റ്റോക്കിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം, ബന്ധൻ ബാങ്കിൽ ബ്ലോക്ക് ട്രേഡ് ഉണ്ടായിരിക്കുന്നത് RBI ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ബാങ്കിൻ്റെ എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ബിസിനസ് മോഡലിൽ ഉണ്ടായിരുന്ന ഡൗൺ ഗ്രേഡേഷൻ കൊണ്ടോ ഉള്ളതല്ല. ഇനി നമുക്ക് ബാങ്കിൻ്റെ 1 ഡേ ചാർട്ട് പാറ്റേണിലേക്ക് വരാം. 1 ഡേ ചാർട്ട് പാറ്റേൺ നോക്കിയാൽ ബാങ്കിൻ്റെ നിയർ ബൈ ഹൈ വാല്യൂ ദാറ്റ് ഈസ് നിയർ ടു 402 ഓൺ 7th ജൂലൈ 2020 ആണ്. അതിനുശേഷം ബാങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡാണ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റോക്ക് അതിൻ്റെ 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജായ 361, അതിനുശേഷം അതിൻ്റെ 20 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജായ 335, അതിൻ്റെ 100 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജായ 320 എന്നിവ ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് അതിൻ്റെ ബോളഞ്ചിയർ ബാൻഡിൻ്റെ ലോവർ എൻഡ്, അതായത് 307-308 റേഞ്ചിൽ എത്തി നിൽക്കുകയാണ്. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് എക്സ്ട്രീംലി ബിയറിഷ് ആവുകയാണ്. ഈ കണ്ടീഷനിൽ എൻ്റെ ഒപ്പീനിയൻ എന്താണ് ഈ സ്റ്റോക്കിനെ കുറിച്ചെന്ന് ചോദിച്ചാൽ, ആൾറെഡി നമ്മൾ സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. 312 ആണ് സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂ. സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽ 270 ആണ്. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഒരു ഫോൾ ഉണ്ടായി സ്റ്റോക്ക് 270 to 300 റീജിയനിൽ വന്നാൽ, ദാറ്റ് ഈസ് ദ എവർ ഡിമാൻഡ് സോൺ ഓഫ് ദിസ് ബന്ധൻ ബാങ്ക്, ഞാൻ ഉറപ്പായിട്ടും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടാമത്, സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കുള്ള ഫസ്റ്റ് ടാർഗറ്റ് ഈ സ്റ്റോക്കിൻ്റെ 20 ഡേ മൂവിങ് ആവറേജായ 342ഉം നെക്സ്റ്റ് ടാർഗറ്റ് 200 ഡേ മൂവിങ് ആവറേജായ 363യുമാണ്. ഇനി ബന്ധൻ ബാങ്കിൻ്റെ ഇയർലി റിട്ടേൺ അനാലിസിസ് നോക്കിയാൽ, സ്റ്റോക്ക് 625 രൂപ റേഞ്ച്, 600-ന് മുകളിൽ വാല്യുവേഷനുള്ള സ്റ്റോക്കായിരുന്നു. അതിനുശേഷം 25 മാർച്ച് 2020 സ്റ്റോക്കിൻ്റെ വില ഏകദേശം 152 രൂപ വരെ എത്തി. അതിൽ നിന്നും സ്റ്റോക്ക് നല്ലൊരു റിക്കവറി കാണിച്ച് ജൂലൈ മാസത്തിൽ ഏകദേശം ഒരു 400 രൂപ റേഞ്ചിലെത്തി. അതിനുശേഷം വീണ്ടും സ്റ്റോക്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായി. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ 308 നിൽക്കുന്നു. അതായത് 1 ഇയർ റിട്ടേൺ അനാലിസിസ് പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. അതായത് നല്ലൊരു വോളറ്റിലിറ്റി ഷോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്ക് ആൾറെഡി അറിയാം, ബാങ്കിങ് സെക്ടർ പ്രഷറിലാണ്. അതോടൊപ്പം തന്നെ ബാങ്കിങ് സെക്ടറിൽ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബന്ധൻ ബാങ്കിൻ്റെ ബ്ലോക്ക് ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ BSEയുടെ സൈറ്റിൽ നിന്ന് നോക്കിയാൽ അതിൽ 90%ഉം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. പ്രധാനമായും മോർഗൻ സ്റ്റാൻലി ഏഷ്യ സിംഗപ്പൂർ, കാമാസ് ഇൻവെസ്റ്റ്മെൻറ്റ്, കോഫ്താൽ മൗറീഷ്യസ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് ബൾക്ക് ആയിട്ടും ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും മാർവാടി ഷെയർസ് ആൻഡ് ഫിനാൻസ് ലിമിറ്റഡും അതോടൊപ്പം തന്നെ ബന്ധനിൻ്റെ തന്നെ അസോസിയേറ്റായ ബന്ധൻ എംപ്ലോയീസ് വെൽഫെയർ ട്രസ്റ്റുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഷെയർസ് ബൈ ചെയ്യുന്നത് തന്നെ ഒരു പോസിറ്റീവ് ഇൻഡിക്കേറ്ററാണ്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആർ വെൽ നോൺ ആസ് ഫെയർ വെതർ ബയേഴ്സ്, അതായത് അവർ
ഹോപ്പ്ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നടത്താറുള്ളൂ. അവരുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും ബൈയിങ്ങും നമ്മുടെ നിഫ്റ്റിയിൽ തന്നെ വളരെ മൊമെൻറ്റം ഉണ്ടാക്കുന്നതുമാണ്. ഇനി ബന്ധൻ ബാങ്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കിയാൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 60.95% സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് RBI ഗൈഡ് ലൈൻസ് അനുസരിച്ച് കുറച്ച് 40.95% ആക്കിയിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 13.05 നിന്നും ഇൻക്രീസായി 14.51 ആണ്. അതുകൂടാതെ ഇന്നത്തെ ബ്ലോക്ക് ട്രേഡ് വഴി അത് ഫർദർ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഏകദേശം 478ഓളം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനികൾ ഈ ബാങ്കിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് നോക്കിയാൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിൽ റെഡ്യൂസ് ആവുകയാണ് ചെയ്തത്. 2.75 നിന്നും 1.70% റെഡ്യൂസായി. ഇൻഷുറൻസ് കമ്പനികൾ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് എടുത്തിട്ടില്ല. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഹോൾഡിംഗ് 6.10 നിന്നും 6.28% ഇൻക്രീസ് ആക്കി. ഈ ബാങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ HDFC ആണ്. HDFCക്ക് ഇതിലെ ടോട്ടൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ 10%ഓളം ഹോൾഡിംഗ് HDFCയുടെ കയ്യിലാണ്. ബന്ധൻ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ 31.58%ഓളം ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. അതിന് കാരണം ബന്ധൻ ബാങ്കിൻ്റെ ബിസിനസ് മോഡലാണ്. ബന്ധൻ ബാങ്ക് നോർത്ത് ഈസ്റ്റ് സെക്ടറിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയുള്ള ലാർജസ്റ്റ് ലെൻഡറാണ്. നമുക്കറിയാം COVID-19 പാൻഡമിക് സിറ്റുവേഷൻ വന്നതിന് ശേഷം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ബിസിനസ് ഗ്രോത്ത്, റവന്യൂ എന്നിവയിലൊന്നും നല്ലൊരു ഹൈക്ക് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ RBIയുടെ മൊറട്ടോറിയവും ഈ ബാങ്കിനെ നന്നായി അഫക്റ്റ് ചെയ്തു. പക്ഷേ ഈ Q1 റിസൾട്ടിലും കുറച്ച് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് നെറ്റ് NPAയിലും ഗ്രോസ് NPAയിലും ഉള്ള റിഡക്ഷനാണ്. നെറ്റ് NPA 0.59%-ൽ നിന്നും 0.48%-ആയി മാറിക്കഴിഞ്ഞു. ഗ്രോസ് NPA 1.70%-ൽ നിന്നും 1.43%-ആയി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 16.91% ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. 2019 ജൂണിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1355.07 crore ആയിരുന്നു. അത് ഇൻക്രീസായി 1584.18 crore ആയി. ഇനി ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം നോക്കിയാൽ അതിലും ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 14.70% ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. 2019 Q1 2631.30 crore ആയിരുന്നു ഇൻട്രസ്റ്റ്. അത് ഇൻക്രീസായി 3018.09% ഇൻക്രീസ് ആയിട്ടുണ്ട്. സ്വിംഗ് ട്രേഡ് പോയിൻ്റ് ഓഫ് വ്യൂവും ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവും നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ബാങ്കിങ് സെക്ടർ സ്റ്റോക്കാണ്. നമുക്കറിയാം അടുത്ത ഒരു വർഷത്തേക്ക് ബാങ്ക് നിഫ്റ്റി അണ്ടർ പ്രഷറിലായിരിക്കും. എന്നിരുന്നാലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് സ്റ്റോക്കാണിത്. ബ്രോക്കേജിംഗ് ഏജൻസികളുടെ പ്രഡിക്ഷൻസ് നോക്കിയാൽ ഈ സ്റ്റോക്കിൽ ഏകദേശം 470 വരെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ 470 വരെ സ്റ്റോക്ക് പ്രൈസ് എത്താവുന്ന ഒരു സ്റ്റോക്കാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.